സ്തോത്രം. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രൈസ്റ്റ് ബ്ലെസ്സസ് എന്ന ഈ ചാനലിലൂടെ അടിയാളുടെ സാക്ഷ്യങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളെക്കുറിച്ച് പറയുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം ഒരു അവസരം ഒരുക്കിയതിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിനവസരം ഒരുക്കി തന്ന ഈ ചാനലിലെ ദൈവദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന അടിയാളെ ക്രിസ്തുവാകുന്ന പാറയിലേക്ക് അടുപ്പിച്ച യേശുവിൻ്റെ മകൻ സ്നേഹത്തെക്കുറിച്ചാണ് നിങ്ങളോട് അറിയിക്കുവാനായി ഈ ചാനലിലൂടെ അടിയാൾ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഞാനൊരു CSI പാരമ്പര്യത്തിൽ നാമധേയ ക്രിസ്ത്യാനിയായി ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. എന്നാൽ എൻ്റെ 30 വയസ്സുവരെയും എൻ്റെ ജീവിതത്തിൽ വളരെയധികം രോഗത്തിൻ്റെയും കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും പ്രതികൂലങ്ങളുടെയും കുടുംബ സമാധാനമില്ലാത്ത അവസ്ഥകളിൽ നിരാശ മാത്രം ഹല്ലേലൂയ ആയി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനിച്ചപ്പോൾ തന്നെ ജന്മന ഹൃദയത്തിൻ്റെ വാൽവ് ചുരുങ്ങിയത് കാരണം സ്ഥിരമായി ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാനുള്ള മുഖാന്തരങ്ങളായിരുന്നു ഇതെല്ലാം എന്ന് ഇപ്പോൾ എനിക്കത് മനസ്സിലാക്കുവാനായി കഴിയുന്നു. എൻ്റെ വിവാഹം 17ാമത്തെ വയസ്സിൽ നടക്കുവാൻ ദൈവം സഹായിച്ചു. 18 വയസ്സായപ്പോൾ എനിക്കൊരു മകനെ ദൈവം ദാനമായി നൽകി. ആ മകനെ ഞാൻ പ്രസവിച്ചത് 8ാം മാസത്തിലാണ്. 8 മാസമായപ്പോഴാണ് ആ കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഇടയായി തീർന്നത്. ആ കുഞ്ഞ് ജനിച്ച് ഏകദേശം 3 ദിവസമായപ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് ജീവൻ നഷ്ടമാവുകയും ശരീരം മുഴുവൻ നീല നിറമായി തീരുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ ഡോക്ടർ കടന്നു വന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോവുകയും അറിയാകുന്നത് പോലെ എല്ലാവരും കൂടി നിന്നവർ ദൈവത്തോട് പലവിധ നേർച്ചകൾ നേർന്ന് പ്രാർത്ഥിക്കുകയും ഞാനും ദൈവത്തോട് കരഞ്ഞ് നിലവിളിച്ച്, ദൈവമേ, ആദ്യമായി തന്നൊരു കുഞ്ഞാണല്ലോ, ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡോക്ടർ വന്ന് പറയുവാൻ ഇടയായി, കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ച് അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ചെറിയ ചലനമുണ്ട് എന്ന് പറയുവാനും ആ കുഞ്ഞിൻ്റെ ജീവൻ ദൈവം മടക്കി നൽകുവാനും ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ കരുണയാൽ എത്രയോ മാതാക്കൾക്ക് ജനിച്ചപ്പോഴും ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷവും തലമുറകളെ നഷ്ടമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞ് എനിക്ക് ആ മകനെ ദൈവം ദാനമായി വീണ്ടും അവന് ജീവിക്കുവാൻ ദൈവം അവസരമൊരുക്കി. ദൈവത്തിൻ്റെ കരുണയാൽ ഇപ്പോൾ 37 വയസ്സുള്ള മകനായി 2 മക്കളുടെ പിതാവായി കുടുംബമായി അവർ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. മകൻ്റെ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തോളം മകന് മക്കളില്ലാതെ വിഷമത്തോടെ അവർ പ്രാർത്ഥിക്കുമായിരുന്നു. പലവിധ ചികിത്സകൾ ചെയ്യുന്നതിന് പലരും അവരോട് ആവശ്യപ്പെട്ടു എങ്കിലും 1-2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി നോക്കിയെങ്കിലും അവർക്ക് അതിനെ തുടർന്ന് ചികിത്സകൾ ചെയ്യുവാൻ താല്പര്യമില്ലാതെ ചർച്ചിൽ കടന്നു വരുന്ന ദൈവദാസന്മാർ അവർക്ക് വേണ്ടി ദൂത് പറയുമായിരുന്നു. ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള തലമുറ ദൈവം നിങ്ങൾക്ക് നൽകും, അതിനായി കാത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമായിരുന്നു. എൻ്റെ ഭർത്താവും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 7 എന്നൊരു സംഖ്യ ദൈവം കാണിക്കുവാനിടയായി തീർന്നു. അപ്പോൾ മോനോട് പറഞ്ഞു, മക്കളെ, 7 വർഷത്തിനകം ദൈവം നിനക്ക് തലമുറ തരും എന്ന് പറഞ്ഞ് അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദത്തം പോലെ 7 വർഷമായപ്പോൾ ദൈവം ഒരു മകളെ നൽകി. ഹന്ന എന്ന പേരോടുകൂടെ ആ കുഞ്ഞിനിപ്പോൾ 8 വയസ്സായി. ആ കുഞ്ഞിന് 7 വയസ്സുള്ളപ്പോൾ വീണ്ടും ഒരു മകനെ കൂടി ദൈവം ദാനമായി നൽകി. ശമുവേൽ എന്നാണ് ആ കുഞ്ഞിൻ്റെ പേര്. 1.5 വയസ്സുള്ള ഒരു ആൺകുഞ്ഞിനെയും ദൈവം നൽകി. എന്നെ കേൾക്കുന്ന പ്രിയരെ, തലമുറയില്ലാതെ ഭാരത്തോടായിരിക്കുന്നു എങ്കിൽ, ഡോക്ടർമാരിന് തലമുറ കിട്ടുകയില്ല എന്ന് വിധി എഴുതിയിരിക്കുന്നതാണ് എങ്കിലും നിങ്ങൾക്ക് വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അബ്രഹാം പിതാവിന് 100ാം വയസ്സിലും ഒരു മകനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ശക്തനാണ്. ആ ദൈവത്തിൻ്റെ കര ഇന്നും കുറുകിപ്പോയിട്ടില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നമ്മുടെ ഏത് ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടെ നാം യേശുവിനോട് അപേക്ഷിക്കുകയാണെങ്കിൽ യേശു കർത്താവ് അത് നിവർത്തിച്ചു തരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. സകല മഹത്വവും എൻ്റെ യേശു കർത്താവിന് മാത്രം. എൻ്റെ മകനെ പ്രസവിച്ച് മോന് 4 വയസ്സുള്ള സമയത്ത് ദൈവം എനിക്കൊരു മകളെ കൂടെ ദാനമായി നൽകി. ആ മകളെ ഗർഭിണിയായ സമയം മുതൽ ബെഡ് റെസ്റ്റ് ആയിട്ട് യൂട്രസ് കട്ടി കുറവായത് കാരണമാണ് ആദ്യത്തെ കുഞ്ഞിനെ 8ാം മാസത്തിൽ പ്രസവിച്ചതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർമാർ ബെഡ് റെസ്റ്റ് പറയുകയും അങ്ങനെ വീട്ടിൽ ഹല്ലേലൂയ ഒരേ കിടക്കയിൽ തന്നെ ആയിരുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ 7 മാസമായപ്പോൾ സുഖമില്ലാതെ തൈക്കാട് ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് അഡ്മിറ്റ് ചെയ്യുകയും 3 മാസം വരെ
കട്ടിലിൻ്റെ ഒരു ഭാഗം ഉയർത്തി തലകീഴായി കിടത്തിയിരുന്ന അവസ്ഥയായിരുന്നു. ആ സമയങ്ങളിൽ ആ കുഞ്ഞ് കിട്ടാൻ യാതൊരു സാധ്യതയില്ല എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തൻ്റെ ദൂതനെ ഒരു ദൈവദാസനിലൂടെ അയക്കുവാനിടയായി തീർന്നു. എല്ലാ ദിവസവും 4 മണിയാകുമ്പോൾ ആ ദൈവദാസൻ കടന്നു വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറയും, ഈ കുഞ്ഞിനെ ഒരു ദോഷവും ഇല്ലാതെ ദൈവം നിനക്ക് തരും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കരുണയാൽ 9 മാസം 9 ദിവസവും തികയുന്നത് വരെയും പലപ്പോഴും ആ കുഞ്ഞ് പുറത്തു വരും എന്നുള്ള നിലകളിൽ ഹല്ലേലൂയ ലേബർ റൂമിലേക്ക് എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എങ്കിലും ആ കുഞ്ഞിനും യാതൊരു ദോഷമോ ഹല്ലേലൂയ യാതൊന്നും സംഭവിക്കാതെ വണ്ണം സ്വർഗത്തിലെ ദൈവം മനസ്സലിഞ്ഞ് ആ കുഞ്ഞിനെ ദൈവം ദാനമായി നൽകി. അവൾക്കിപ്പോൾ 32 വയസ്സുണ്ട്. 2 മക്കളുടെ മാതാവായി മകളും കാണപ്പെടുന്നു. മൂത്ത കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അൽവിൻ എന്ന പേരോടുകൂടെ. ഇളയ കുഞ്ഞ് ഇനി 1ാം ക്ലാസ്സിലാണ്, ഏബൽ എന്ന പേരോടുകൂടി. 2 ആൺമക്കളെയും ദൈവം എനിക്ക് ദാനമായി തന്നു. എനിക്ക് ഭർത്താവും 2 മക്കളും 4 കൊച്ചുമക്കളെയും ദൈവം ദാനമായി നൽകി. എൻ്റെ പേര് ഷീല തങ്കരാജ്. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഞാൻ താമസിക്കുന്നു. എൻ്റെ ഭർത്താവ് സ്വന്തമായ ഒരു പ്രിൻറ്റിംഗ് പ്രസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. അതോടുകൂടെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞ് ചില നാളുകൾക്ക് ശേഷം കൂട്ടുകെട്ട് കാരണം എൻ്റെ ഭർത്താവ് മദ്യത്തിന് അടിമയാകുന്ന അവസ്ഥയിലായി. സാധാരണ വ്യക്തികൾ പകൽ സമയങ്ങളിൽ ജോലി ചെയ്തിട്ട് രാത്രി കുടിക്കുന്ന അവസ്ഥയാണ്. എന്നാൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസം ഇല്ലാതെ മുഴുവനായി മദ്യപിച്ച് റോഡിൻ്റെ സൈഡിൽ കിടന്ന് മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന അവസ്ഥയായിരുന്നു. അത് കണ്ടിട്ട് ഹൈന്ദവരായ അമ്മച്ചിമാർ വന്ന് എന്നോട് പറയും, ഹല്ലേലൂയ സ്ഥാപനം നശിക്കുന്നതിന് വേണ്ടി ക്ഷുദ്രപ്രയോഗങ്ങൾ ചെയ്തിട്ടുള്ളതാണ്, ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി അത് തീർക്കണമെന്ന് പറയുവാനിടയായിട്ട്. എന്നാൽ മദ്യപാനം നിർത്തുന്നതിന് വേണ്ടി ചികിത്സിക്കുന്ന ഗവൺമെൻറ്റിൻ്റേതായ ഹോസ്പിറ്റലുകളിൽ പല സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ചികിത്സിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ നാമധേയമായി ദൈവത്തെ ആരാധിക്കുന്ന, പിശാചിനെ ഒഴിപ്പിക്കുന്ന പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട്. ഹല്ലേലൂയ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി പൂജകളും കർമ്മങ്ങളും അവർ പറയുന്നതായ കാര്യാദികളെല്ലാം ചെയ്തു നോക്കിയെന്നാൽ ഈ പൈശാചിക ശക്തികൾ വിട്ടുമാറിയില്ല. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പെന്തക്കോസ്ത് ചർച്ചിലെ ദൈവദാസൻ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞ് അവരോട് ചേർന്ന് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ കടന്നു ചെല്ലുവാൻ ക്ഷണിക്കുവാൻ ഇടയായി. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ എന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്ന ആ കർത്താവിൻ്റെ മഹാകരുണ കൊണ്ട് എനിക്കും ആ ചർച്ചിൽ കടന്നു പോകാൻ ഇടയായി. ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങൾക്ക് കുടുംബമായി തന്നെ കടന്നു പോകാനും അനേക വർഷങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മദ്യത്തിന് അടിമയാക്കിയിരിക്കുന്ന അനേക പൈശാചിക ശക്തികൾ വെളിപ്പെട്ട് മാറുന്നത് കാണുവാനിടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ. നാം വിചാരിക്കും കുടിക്കുന്ന വ്യക്തികളെല്ലാം അവരുടെ അഹങ്കാരമാണ്, പണമുള്ളത് കൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി ഒരു വ്യക്തിയെങ്കിലും ഉപവസിക്കാനും പ്രാർത്ഥിക്കുവാനും ഉണ്ട് എങ്കിൽ അതിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തികൾ വിട്ടുമാറുകയും അവർ സ്വബോധമുള്ളവരായി ഹല്ലേലൂയ ആമേൻ ആ പൈശാചിക ശക്തി വിട്ടുപോകുമ്പോഴാണ് അത് യഥാർത്ഥ സ്വബോധമുള്ള മനുഷ്യനായി തീരുന്നത്. ദൈവത്തിൻ്റെ കരുണയാൽ ഇന്നൊരു ദൈവദാസനാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തി 2 ചർച്ച് പണിയുവാനും അവിടെ ദൈവദാസനായിരിക്കുവാനും ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മദ്യത്തിന് അടിമയായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോ നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും വ്യക്തികൾ അപ്രകാരമായിരിക്കുന്നു എങ്കിൽ യേശുവിനോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. യേശുവേ, എൻ്റെ ഈ മദ്യപിശാചിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ, മദ്യത്തിനും മയക്കുമരുന്നിനും പാപപ്രവൃത്തികളിലും അകപ്പെട്ട് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിലും പലപ്പോഴും കഴിയാതെ വണ്ണം ആ പിശാചിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നു എങ്കിൽ യേശുവിനോട് പറയുക, യേശുവിനോട് നിലവിളിക്കുക. ബർത്തിമായി എന്ന കുരുടൻ വഴിയരികിൽ ഇരുന്നു കൊണ്ട്, യേശുവേ ദാവീദ് പുത്ര എന്നോട് മനസ്സലിയണമേ എന്ന് നിലവിളിച്ചപ്പോൾ യേശു ആ വ്യക്തിയുടെ നിലവിളി കേട്ട് മനസ്സലിഞ്ഞ് ആ നിമിഷം സൗഖ്യം കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇതുപോലെ മറ്റൊരുത്തനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് യേശുവിനെ നാഥനും കർത്താവും രക്ഷകനുമായി സ്വീകരിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ താങ്കളെ ഭരിക്കുന്നതായ പൈശാചിക ശക്തികൾ താങ്കളെ വിട്ടുമാറുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ.
ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ, യേശുവിൻ്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ പ്രിയ സ്നേഹിത, താങ്കളുടെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഹിമം പോലെ യേശു കർത്താവ് വെളുപ്പിക്കുന്നു. രക്താംബരം പോലെ ആയാലും അത് പഞ്ഞുപോലെ യേശുവിൻ്റെ രക്തത്തിന് തീർക്കുവാനായി കഴിയും. ഹൃദയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ ഹൃദയത്തിൽ നിന്ന് ഇറക്കിയിട്ട് യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്ന് പറയുവാൻ മനസ്സുണ്ടെങ്കിൽ, വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആരെങ്കിലും യേശുവിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. യേശു ഹൃദയത്തിൽ കടന്നു വന്നു കഴിഞ്ഞാൽ സന്തോഷവും സൗഖ്യവും സമാധാനവും നിത്യജീവനും യേശു കർത്താവ് നമുക്ക് തരുന്നു. എന്നാൽ ഇന്ന് പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തികൾക്ക് ശാന്തതയില്ല, സമാധാനമില്ല, സ്വസ്ഥതയില്ല. എപ്പോഴും ഹല്ലേലൂയ നിരാശ മാത്രം. എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഞാൻ എന്തിന് ജീവിക്കുന്നു എന്നുള്ള നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് ഹല്ലേലൂയ ആമേൻ ഒരു പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയില്ലാതെ അവരുടെ സംസാരങ്ങളും ജീവിതങ്ങളുമായിരിക്കുമ്പോൾ പിശാച് കടന്നു വരുന്നത് അറുപ്പാനും മുടിപ്പാനും നശിപ്പിക്കുവാനും അത്രേ. എന്നാൽ യേശു വന്നത് ജീവൻ നൽകുവാൻ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാനാണ്. ആയതിനാൽ ഈ യേശുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിലവിളിയോടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് വിഷയങ്ങൾക്കും ഏത് പൈശാചിക ശക്തിയുടെ പിടിയിൽ നിന്ന് വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ, എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടിന്ന് ഏത് മദ്യപാനികളായിരിക്കുന്ന വ്യക്തികളാണ് പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും എനിക്ക് ധൈര്യമായി പറയുവാൻ കഴിയും, എൻ്റെ ഭർത്താവിനെ വർഷങ്ങളോളം മദ്യത്തിനടിമയായിരുന്ന ഹല്ലേലൂയ അനേക പൈശാചിക ശക്തികളെ യേശു പുറത്താക്കിയിട്ട് യേശു ഇന്ന് ഹൃദയത്തിൽ വസിക്കുന്ന ഒരു ദൈവദാസനയ്ക്ക് കർത്താവ് രൂപാന്തരപ്പെടുത്തിയതുപോലെ നിങ്ങളെയും വിടുവിക്കുമെന്ന് എനിക്ക് ധൈര്യമായി പറയുവാനായി കഴിയുന്നു. ഹല്ലേലൂയ. അനേക മദ്യപാനികൾക്ക് വേണ്ടി ദൂരസ്ഥാനങ്ങളിൽ നിന്ന് വിളിക്കുമ്പോഴും ഫോണിലൂടെ യേശുവിൻ്റെ രക്തം പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനായിട്ട് എടുക്കാൻ പറയുകയും അങ്ങനെ യേശുവിൻ്റെ രക്തം പറഞ്ഞ് അവർ കുടിക്കുമ്പോൾ ഹല്ലേലൂയ പിശാച് അവകാശം പറയുന്ന അവൻ്റെ അവകാശങ്ങൾ എന്തെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ അത് ഛർദ്ദിച്ച് പുറത്തു പോകുന്നത് കാണുവാനും അവരുടെ അനുഭവത്തിലൂടെ പറയുവാനും ഇടയായിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്രകാരം പൈശാചിക ശക്തി വിട്ടുമാറുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ സന്തോഷമുള്ളൊരു ജീവിതം ഭൂമിയിൽ ലഭിക്കുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഹല്ലേലൂയ ജന്മന ഹൃദയത്തിൻ്റെ വാൽവ് ചുരുങ്ങിയത് ഇരുന്നത് കാരണം വെറും അസ്ഥി മാത്രമേ ഉള്ളുവായിരുന്നു. ഹല്ലേലൂയ നിരാശയും ഹല്ലേലൂയ ദുഃഖവും നിറഞ്ഞ് ആത്മഹത്യ പ്രേരണ ഉളവാക്കുന്നതായ പൈശാചിക ശക്തികൾ നിരാശ കൊണ്ടിട്ട് എങ്ങനെയും മരിച്ച് ഈ ലോകത്തുനിന്ന് പോകണം എന്നുള്ള ചിന്ത മാത്രമായി ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഹല്ലേലൂയ ഈ പെന്തക്കോസ്ത് ചർച്ചിൽ കടന്നു പോകാനും അവിടെ ഇരുന്ന് ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവിക ദർശനങ്ങളും ദൈവം തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ ആമേൻ. ചില നാളുകൾക്ക് ശേഷം എൻ്റെ കാലുമുട്ടിലൂടെ ഒരു നീര് വരികയും തുടർന്ന് ചർച്ചിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ ചർച്ചിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ ചെറുതായിട്ട് കണ്ണടഞ്ഞു വന്നപ്പോൾ ഞാൻ കാണുകയാണ് ഒരു പാമ്പിൻ്റെ പല്ല് കണ്ടിട്ട് 2 പല്ലുകൾ കാണുകയും അതിൽ നിന്ന് ഹല്ലേലൂയ വിഷത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നത് കാണുവാനിടയായിത്തീർന്നു. അപ്പോൾ മനസ്സിലായി എൻ്റെ കാലുമുട്ടിൽ പാമ്പ് കടിച്ചതാണ്. അങ്ങനെ നീരായതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ വിഷവൈദ്യൻ്റെ അടുക്കൽ കൊണ്ടുപോയപ്പോൾ ഹല്ലേലൂയ ആമേൻ തലേ ദിവസം പാമ്പ് കടിച്ചതാണ്. എന്നാൽ ഇവർ ഉറങ്ങുകയോ ഹല്ലേലൂയ എന്തേലും ചെയ്തിരുന്നു എങ്കിൽ അവർ മരിച്ചു പോകുമായിരുന്നു എന്ന് പറയുവാനിടയായിത്തീർന്നു. പിശാച് പലപ്പോഴും ഹല്ലേലൂയ ആമേൻ കൊന്ന് നരകത്തിൽ എൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ നോക്കിയപ്പോൾ യേശു മനസ്സലിഞ്ഞ് യേശുപ്പനെ ഉള്ളം കരത്തിൽ വഹിച്ചിരുന്നത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവനോടെ ആയിരുന്നു നിങ്ങളോട് എൻ്റെ ഈ അനുഭവം പറയുവാൻ. ദൈവം എന്നെ മുന്നമേ കണ്ടിരുന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവൻ ദൈവം തിരിച്ചു തന്നത്. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ചർച്ചിലിരുന്ന് ഞാനിങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഈ പെന്തക്കോസ്ത് ചർച്ചിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹല്ലേലൂയ
ഒരു ദൈവദാസൻ ഗസ്റ്റായി കടന്നു വന്നിട്ട് എന്നോട് പറയുവാൻ ഇടയായി തീർന്നു. എൻ്റെ തലയിൽ തൊട്ടിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞതാണ്. കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാണെന്ന് ദൈവാത്മാവ് കാണിക്കുന്നു. ഈ പകൽക്കാലം നിന്റെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിന്റെ മാനസാന്തരത്തിൻ്റെ പകൽക്കാലമായി തീരും എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ സമയം കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ചെറിയ വയസ്സിൽ എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയോട് കള്ളം പറഞ്ഞതായ ആ സംഭവം ഒരു വെള്ള സ്ക്രീനിൽ എൻ്റെ പുറമേയുള്ള കണ്ണുകൾ അടച്ചിരിക്കുന്നു. ഉൾക്കണ്ണുകൊണ്ട് ഞാൻ കാണുന്നത് ഒരു സ്ക്രീൻ കെട്ടിയിരിക്കുന്നു. അതിൽ ഞാൻ സ്കൂളിൽ പോകുന്ന രംഗം, കൂട്ടുകാരിയോട് കള്ളം പറയുന്ന കാര്യം, ഇതെല്ലാം കാണുവാനിടയായി തീർന്നു. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ടീച്ചറടുത്ത് പറഞ്ഞ കുട്ടി അടി വാങ്ങി തരുമായിരുന്നു. അതുകൊണ്ട് കള്ളം പറഞ്ഞതാണ്. ഹല്ലേലൂയ. നാം ചെയ്യുന്ന നമ്മുടെ അറിവായ കാലം മുതൽ മരിക്കുവോളം ചെയ്യുന്ന സകല കാര്യങ്ങളും എഴുതുന്ന ഓർമ്മയുടെ പുസ്തക സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. അതിലെല്ലാ കാര്യങ്ങളും എഴുതുന്നുണ്ട്. നാം മറന്നു പോകുന്നു, എന്നാൽ ദൈവം ഇതൊന്നും മറക്കുന്നില്ല. ഓർമ്മയുടെ പുസ്തകത്തിൽ ഹല്ലേലൂയ ദൈവം ഇതെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഭയത്തോടെ, വിറയലോടെ, ആ ഹല്ലേലൂയ ദൈവ ഭയത്തോടെ വേണം നാം ഓരോ നിമിഷവും ജീവിക്കാനുള്ളത്. ഹല്ലേലൂയ. ആമേൻ. അപ്രകാരം ഓരോരോ കാര്യങ്ങളായി കാണിച്ചു തരികയും, ചുരുക്കത്തിൽ അന്ന് രാവിലെ വരെ ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ സംസാരിച്ചപ്പോൾ തെറ്റായി പറഞ്ഞ വാക്ക് വരെയും യേശു ഓരോന്നായി കാണിക്കുവാനിടയായി തീർന്നു. അതെല്ലാം കരഞ്ഞ് ദൈവത്തോട് ക്ഷമ ചോദിച്ച് യേശുവിൻ്റെ രക്തത്താൽ എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ആ പാപങ്ങൾ മാഞ്ഞു പോകുകയും സ്ക്രീൻ വെള്ള നിറമായി തീരുകയും ചെയ്തു. ആ സമയത്ത് ഹല്ലേലൂയ ഞാൻ കാണുന്നത് സ്വർഗത്തിൽ നിന്നൊരു പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരികയും, അതുവരെയും പാപം കൊണ്ട് നിറയപ്പെട്ട് കല്ലുപോലുള്ളൊരു ഹൃദയമായിരുന്നു എൻ്റെ ഹൃദയം. നിരാശയാലെ പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെട്ടിരുന്ന ആ ഹൃദയത്തിനകത്തേക്ക് ഈ പ്രകാശം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ എല്ലാ ഭാരവും നീങ്ങിപ്പോയി. ശാന്തതയും സമാധാനവും സ്വസ്ഥതയും അതുവരെയും അനുഭവിക്കാത്തതായ ഒരു ഹല്ലേലൂയ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ കരുണയാൽ പിന്നത്തേതിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. അപ്രകാരം ആ പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് വന്നതുകൊണ്ടാണ് പാപബോധം ഉണ്ടായതും പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം തന്നത് എന്ന് മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. ഹല്ലേലൂയ. ചില നാളുകൾക്ക് ശേഷം ചർച്ചിൽ നിന്ന് ആൾക്കാരെ സ്നാനത്തിനായി കൊണ്ടുപോയപ്പോൾ എനിക്കും അതിനുള്ളൊരു അവസരം ദൈവം തന്നു. സ്നാനക്കടവിൻ്റെ അടുത്തെത്തിയപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഈ സ്നാനക്കടവ് യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണമേ, വിശുദ്ധ ദൂതന്മാരാൽ കാവൽ ചെയ്യണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും ഞാൻ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടത് ഹല്ലേലൂയ ആമേൻ ഒരു കുളം കിടക്കുന്നു, അതിൽ പച്ചവെള്ളത്തിന് പകരം രക്തം കിടക്കുന്നു. ആ രക്തം കിടക്കുന്നതിന് ചുറ്റുമായി ആ കുളത്തിന് ചുറ്റും ഏകദേശം നേഴ്സറി പരുവത്തിലുള്ള ഹല്ലേലൂയ ദൂതന്മാർ ചിറകോട് ചിറക് വിടർത്തി ഹല്ലേലൂയ കൈയോട് കൈ കോർത്ത് ആ കുളത്തിന് ചുറ്റും നിൽക്കുന്നതായ ഒരു കാഴ്ച കർത്താവ് കാണിച്ചു തരുവാനിടയായി തീരുന്നു. ഹല്ലേലൂയ. ആ സമയത്ത് എനിക്ക് മനസ്സിലായി, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവം അതുപോലെ ചെയ്യുന്നുണ്ട് എന്ന് യേശുപ്പൻ എനിക്ക് ഹല്ലേലൂയ ദർശനത്തിൽ കാണിച്ചു തരുവാൻ ഇടയായി തീർന്നു എന്നെനിക്ക് മനസ്സിലാക്കുവാനായി കഴിഞ്ഞു. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. അങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ യേശുവിൻ്റെ രക്തത്താൽ കഴുകണമേ, ശുദ്ധീകരിക്കണം, സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അടുത്തതായി സ്നാനത്തിന് കടന്നുപോയി. സ്നാനത്തിന് ഹല്ലേലൂയ ദൈവദാസൻ എന്നെ ഹല്ലേലൂയ വെള്ളത്തിൽ മുക്കി ഞാനിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് ഞാൻ കാണുന്നത്, അതും പുറമേയുള്ള കണ്ണുകൾ അടച്ചു നിന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയാണ് വലിയൊരു ഗ്രൗണ്ട്. അതിൻ്റെ നടുക്ക് അനേക മേശകൾ നിരത്തിയിട്ടിരിക്കുന്നു. ആ മേശയിൽ അനേക പുസ്തകങ്ങൾ ഹല്ലേലൂയ അടുക്കി വെച്ചിരിക്കുന്നു. അതിലൊരു പുസ്തകം തുറന്നു വെച്ചിരിക്കുന്നു. അതിലൊരു ഹല്ലേലൂയ നല്ല നരച്ച മുടിയും ഹല്ലേലൂയ ആമേൻ വളരെയധികം സൗന്ദര്യമുള്ളതായ ഒരു അപ്പച്ചൻ അവിടെ നിന്നിട്ട് ഒരു പുസ്തകം, വലിയൊരു പുസ്തകം തുറന്നു വെച്ച് ഓരോരുത്തരുടെ പേരുകൾ എഴുതുന്നത് കാണുവാനിടയായി തീർന്നു. അതിൻ്റെ അവസാനത്തിൽ നോക്കിയപ്പോൾ എൻ്റെ പേര് എഴുതുന്നത് കാണുവാനിടയായി. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഹെഡിങ് ഏതാണ് എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ടത് ജീവന്റെ പുസ്തകം എന്ന് കാണുവാനിടയായി തീർന്നു. അപ്പോൾ എനിക്ക് ഹല്ലേലൂയ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ തിരുവചനം ഓർമ്മ വന്നു. ഹല്ലേലൂയ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുവാൻ ഇടയായി തീർന്നു.
അപ്പോൾ എൻ്റെ പാപങ്ങൾ ഹല്ലേലൂയ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചപ്പോൾ 1-ാം ക്ലാസ്സായ മാനസാന്തരം എൻ്റെ ജീവിതത്തിൽ വരുവാൻ ഇടയായിത്തീർന്നു. മാനസാന്തരപ്പെട്ട വ്യക്തി അടുത്തതായി സ്നാനം ഏൽക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. സ്നാനമേറ്റ വ്യക്തി അടുത്തതായി പരിശുദ്ധാത്മാവ് പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നു എന്ന് കർത്താവ് എനിക്ക് കാണിച്ചു തരുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനം നാം പഠിക്കുമ്പോൾ യേശു പള്ളിപ്രമാണിയായ നിക്കോദെമോസിനോട് പറയുന്നത്, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പൊ ജീവിതത്തിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് എങ്കിൽ താങ്കൾക്ക് നരകത്തിൽ വീഴാതെ സ്വർഗരാജ്യം നോക്കി കാണാനായി കഴിയുന്നു. പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ അവസരമുണ്ട് എങ്കിൽ അടുത്തതായ കാര്യം ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. അതേ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനത്തെ പഠിക്കുമ്പോൾ യേശു വീണ്ടും നിക്കോദെമോസ് എന്ന പള്ളിപ്രമാണിയോട് പറയുന്നു, ആമേൻ ആമേൻ, സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ പാപം യേശുവിനോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തി വേണം അടുത്തതായി സ്നാനമേൽക്കേണ്ടത്. സ്നാനമേൽക്കുന്നത് ക്രിസ്തുവിനോട് ചേരുവാനാണ്, ക്രിസ്തുവിനെ ധരിക്കുവാനാണ്. ഹല്ലേലൂയ. അപ്രകാരം സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഹല്ലേലൂയ തുടർന്ന് നാം മരിക്കുവോളം ഹല്ലേലൂയ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സത്യ നമസ്കാരികളായി ജീവിച്ചാൽ മാത്രമേ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പല വ്യക്തികളെയും കുറിച്ച് നോക്കിയാൽ 1-ാം ക്ലാസ്സായ മാനസാന്തരമില്ലാതെ കല്യാണം കഴിക്കുന്നതിനോ കടഭാരം മാറുന്നതിനോ 2-ാം ഘട്ടമായ സ്നാനം ഏൽക്കാറുണ്ട് പല വ്യക്തികളും. സ്നാനപ്പെട്ടിട്ട് അവർ ഇരിക്കുന്ന നാമധേയ കൂട്ടായ്മകളിൽ തന്നെ ഇന്നും ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ 1-ാം ക്ലാസ്സായ മാനസാന്തരം ഇല്ല, പാപ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ടില്ല. ആ പാപ സ്വഭാവങ്ങള് പിശാചിന്റെ പ്രവൃത്തികളെല്ലാം ഇപ്പോഴും ഉണ്ട്. എന്നാൽ അവർ 2-ാം ഘട്ടമായ സ്നാനമേറ്റതുകൊണ്ട് ചിന്തിക്കുന്നു അവർ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത ഘട്ടമായ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, അന്യഭാഷയിൽ ആരാധിക്കണം, ഇതൊന്നും അവരുടെ ജീവിതത്തിൽ ഇല്ല. ചില വ്യക്തികൾ പഠിപ്പിക്കുന്നു സ്നാനപ്പെട്ടാൽ സ്വർഗത്തിൽ പോകുമെന്ന്. എന്നാൽ അതിനു മുൻപും അതിന് പിൻപും ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു, അവൻ ദൈവവുമായി ആത്മീക മർമ്മങ്ങളെ സംസാരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പലരും പറയാറുണ്ട്, ഹല്ലേലൂയ, അന്യഭാഷ പറയുന്നതിന് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പറയണം, അങ്ങനെ ബൈബിളിൽ വചനമുണ്ടല്ലോ എന്ന്. അതുകൊണ്ട് ശരിയാണ്, മറ്റുള്ളവർക്ക് അവരോട് അറിയിക്കേണ്ട കാര്യമാണ് എങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മിലൂടെ അത് വെളിപ്പെടുത്തുവാൻ ഇടയായി തീരും. അല്ല എങ്കിൽ അവരവർക്ക് ആത്മീയ വർധന വരുത്തുന്നതിന് വേണ്ടി അന്യഭാഷയിൽ ദൈവത്തെ അവർ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവവുമായി സംസാരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. നാം ഇന്ന വിധം പ്രാർത്ഥിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാ, എന്നാൽ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മെ ഹല്ലേലൂയ ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുവാനായി പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിന്ന് നിത്യജീവനിൽ കടക്കുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതിനിടയ്ക്കായി ഒരു സംഭവം കൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി തീർന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗം നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ യേശു കർത്താവ് ശിഷ്യന്മാരോട് പോകുന്നു. പകൽ ശുശ്രൂഷകളെല്ലാം ചെയ്തു, അനേക രോഗികളെ സൗഖ്യമാക്കി, ഹല്ലേലൂയ ദൈവവചനം പ്രസംഗിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് സന്ധ്യയായപ്പോൾ യേശു കർത്താവ് ഹല്ലേലൂയ ഒരു പടകിൽ കയറിയിട്ട് ശിഷ്യന്മാരോട് പറയുന്നു, നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന്. ഹല്ലേലൂയ. യേശു കർത്താവ് പടകിൽ കയറി അല്പമായി മയങ്ങുകയാണ്. ഈ സമയത്ത് കാറ്റും കോളും ഇളകിയിട്ട് ഹല്ലേലൂയ പടക് തകരുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഈ സമയം ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുകയാണ്, നാഥ, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞ് യേശു കർത്താവിനെ വിളിച്ചുണർത്തുകയും യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു.
ആ നിമിഷത്തിൽ തന്നെ കാറ്റും കടലും അടങ്ങി. ഇത് കണ്ട് ശിഷ്യന്മാരും യേശുവിനെ ഭയപ്പെട്ടു. ഹല്ലേലൂയ. കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ എന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ അക്കരെ ദേശത്ത്, ഒരു ഗദര ദേശത്തേക്കാണ് യേശു ശിഷ്യന്മാർ കടന്നുപോയത്. അവിടെ അനേക പൈശാചിക ശക്തികളാൽ ബന്ധിക്കപ്പെട്ട ഒരു ലഗ്യോൻ ബാധിച്ച് 6000 ഭൂതങ്ങളാൽ നിറയപ്പെട്ട അവസ്ഥയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ട് നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, സമയത്തിന് മുന്നേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് നിലവിളിച്ച് യേശു ആ മനുഷ്യനുള്ള ഭൂതത്തോട് പുറത്തു പോകാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ സ്വബോധമുള്ളവനായി തീർന്നു. അവൻ വസ്ത്രം ധരിച്ചു യേശുവിനോട് കൂടെ പോകുവാനായിട്ട് അനുവാദം ചോദിക്കുകയാണ്. എന്നാൽ യേശു പറഞ്ഞത്, ഹല്ലേലൂയ, നീ നിന്റെ വീട്ടിൽ പോയി നിന്റെ വീട്ടിലുള്ളവരോടും നിന്റെ ദേശത്തുള്ളവരോടും യേശു നിനക്ക് സൗഖ്യമാക്കിയതിനെ പ്രസ്താവിക്ക എന്ന് പറഞ്ഞയക്കുവാൻ ഇടയായി തീർന്നു. ആ മനുഷ്യൻ കടന്നുപോയി ദെക്കപ്പൊലി നാട്ടിലൊക്കെ യേശുവിൻ്റെ സാക്ഷിയായി തീർന്നു. ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഏകദേശം 15 ദിവസത്തോളം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട് മാനസിക രോഗിയായി എന്നെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കെട്ടിയിടുവാൻ ഇടയായി തീർന്നു. മാനസിക വിഭാഗത്തിലെ ഡോക്ടർമാർ എന്നെ പരിശോധിച്ചിട്ട് ഭർത്താവിൻ്റെ മദ്യപാനം കാരണം സ്വബോധം നഷ്ടപ്പെട്ടാണ്, സമനില തെറ്റിയതാണ്, ഇനി ഓർമ്മശക്തി തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്ന് വിധി എഴുതിയപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ കടന്നുപോയതായ ആ പെന്തക്കോസ്ത് ചർച്ചിലെ ദൈവദാസന് ദൈവമക്കൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ദൈവം മനസ്സലിഞ്ഞ് 15 ദിവസത്തിന് ശേഷം എനിക്ക് സ്വബോധം ദൈവം മടക്കി തന്നു. അതിനുശേഷം ഡോക്ടർമാരുടെ വിധികളെ തിരുത്തി എഴുതിയിട്ട് എനിക്ക് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുവാൻ ദൈവം എനിക്ക് ബുദ്ധി തന്നു. ഹല്ലേലൂയ. ഓർമ്മശക്തി തന്നു. ദൈവത്തിൻ്റെ കരുണയാൽ ഇന്നും കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാനും, ഹല്ലേലൂയ, പ്രസിൽ ജോലിക്ക് വരുന്ന കുട്ടികളെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുവാനും തക്കവണ്ണം ദൈവം സഹായിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് മാത്രമല്ല, ഇന്നും ഹല്ലേലൂയ ഭവനത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ ദേശത്തിന് നാനാഭാഗത്തും അറിയിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ അടിയാളെ സഹായിക്കുന്നു. എൻ്റെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമോൻ അൽവിനാണ് ഹല്ലേലൂയ എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിത്തരികയും ഷീല തങ്കരാജ് എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിത്തരിക, അതിലൂടെ അനേക ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ ദൈവവചനങ്ങൾ അതിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗത്തും അറിയിക്കുവാൻ ദൈവം സഹായിക്കുന്നു. അപ്പോൾ ഡോക്ടർമാർ അസാധ്യമെന്ന് വിധി എഴുതിയാലും നമുക്ക് വിശ്വാസത്തോടെ യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമുക്ക് ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും മടക്കി തരുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഇന്ന് ധൈര്യമായി മാനസിക രോഗികൾ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ, അവരുടെ ബന്ധുക്കൾ വിളിക്കുമ്പോൾ, ഹല്ലേലൂയ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു അത്ഭുത സൗഖ്യം നൽകുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിലൊരു മാനസിക രോഗിയായ ഒരു സഹോദരൻ കടന്നു വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കണമേ എന്ന് പറഞ്ഞ് വരുവാനിടയായി തീർന്നു. എന്നാൽ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയുകയും ഒരു ഗ്ലാസ് വെള്ളം യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കുവാനും ദൈവത്തിൻ്റെ കരുണയാൽ അത് കുടിച്ച് ഹല്ലേലൂയ സന്തോഷത്തോടെ ഇവിടെ നിന്ന് പോവുകയും പിന്നത്തേതിൽ അവരെ കണ്ടപ്പോൾ സ്വബോധമുള്ള വ്യക്തിയായി ഹല്ലേലൂയ സന്തോഷത്തോടെ നിൽക്കുന്നത് കാണുവാൻ ദൈവം സഹായിച്ചു. ദൈവം നമ്മെ ഏത് അവസ്ഥയിലൂടെ കടത്തിവിട്ടാലും അതിൻ്റെ പിന്നിൽ നമ്മെ ഒരു ട്രെയിനിങ് പീരീഡായിട്ട് കടത്തിവിടുന്നതാണ്. ഇതേ അവസ്ഥയിലുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇതേ പൈശാചി ശക്തികളെ പുറത്താക്കുവാനുള്ള അധികാരം കർത്താവ് നമുക്ക് തരുന്നതാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ പൊന്നാമം മഹത്വപ്പെടുമാറാകട്ടെ. അതിനുശേഷം ഏകദേശം ഇന്നേക്ക് 9 വർഷം മുന്നേ ഒരു സംശയത്തിൻ്റെ പേരിൽ എൻ്റെ ഹൃദയത്തിലിരുന്ന ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ ക്യാൻസറിൻ്റെ തുടക്കമുണ്ട് എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ തോന്നുകയും കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറെ അടുത്ത് അവിടെ പോയിട്ട് ഞാൻ പറയുവാനിടയായിത്തീരുന്നു, ഒന്ന് പരിശോധിച്ച് നോക്കണമെന്ന്. അപ്പോഴേ ഒരു പ്രായമുള്ളൊരു ഡോക്ടറാണ്, ഒരു അപ്പച്ചൻ പാസ്റ്റർ പറഞ്ഞു, പെന്തക്കോസ്തിലെ അമ്മച്ചിയാർ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഓരോ സംശയങ്ങൾ കൊണ്ട് വരും എന്ന് പറഞ്ഞ് കളിയാക്കിയെങ്കിലും ഞാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അവർ ടെസ്റ്റ് ചെയ്യുവാനിടയായിത്തീർന്നു. അങ്ങനെ ഓരോ ടെസ്റ്റുകളായിട്ട് നടത്തി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ ഇടത് സൈഡിലെ ബ്രസ്റ്റിൽ ക്യാൻസറിൻ്റെ തുടക്കമുണ്ടെന്ന് അറിയുവാനിടയായിത്തീർന്നു. അങ്ങനെ ആദ്യത്തെ ഓപ്പറേഷൻ ടെസ്റ്റിങ്ങിന് വേണ്ടി കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചെയ്യുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ അത് പരിശോധിച്ചപ്പോൾ ക്യാൻസറിൻ്റെ തുടക്കമെന്ന് അറിയുകയും തുടർന്ന് RCCയിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പോയി ആ ബ്രസ്റ്റ് പൂർണ്ണമായി ഒരു സൈഡിൽ ഫുള്ളായി മാറ്റുവാനും ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കി. ആ ആശുപത്രിയിൽ ആയിരിക്കുമ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് RCCയിൽ പോയിട്ടുള്ളവർക്കറിയാം, എല്ലാം നിരാശ മാത്രമായി, പ്രത്യാശയ്ക്ക് വകയില്ലാതെ മരണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നിരാശയുടെ തലതാഴ്ത്തിയിരിക്കുന്നതാണ്. എന്നാൽ ഞാൻ അവിടെ കടന്നു പോകുമ്പോൾ, ഓരോ ചെക്കപ്പിനും കടന്നു പോകുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടുപോകും. കുട്ടികൾ വീഗാലാൻഡിൽ പോണ സന്തോഷമാണ് എനിക്ക് ചെക്കപ്പിന് പോകുമ്പോൾ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തിയെങ്കിലും മുഖത്ത് നോക്കിയാൽ അവരോട് യേശു എന്നെ സൗഖ്യമാക്കി എന്ന് പറയുവാനായിട്ട് ഒരവസരം തരണമേ എന്ന് പറഞ്ഞ് യേശുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ.
ആ ഓപ്പറേഷൻ ചെയ്തിട്ട് യൂണിറ്റിനകത്ത് കിടന്ന സമയത്ത് ഹല്ലേലൂയ, അതിനകത്ത് കിടക്കുന്ന മനുഷ്യർ വളരെയധികം യേശു ഉള്ള എൻ്റെ ഹൃദയത്തിൽ യേശു ഉള്ളതുകൊണ്ട് എനിക്ക് വേറെ ഒരു നിരാശയോ വിഷമോ ദുഃഖമോ ഒന്നും തോന്നിയില്ല. ആരുടെങ്കിലും ഒരാളത്തെ യേശുവിനെ കുറിച്ച് പറയാനായിരിക്കും എന്നെ യൂണിറ്റിൽ കൊണ്ടുപോയതെന്നുള്ളത് മാത്രമേ എനിക്ക് അപ്പോഴും ചിന്തയുള്ളായിരുന്നു. എന്നാൽ പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന ശരീരഭാഗങ്ങൾ മുറിച്ചു കിടക്കുന്ന വ്യക്തികൾ വളരെയധികം നിരാശയോടെ കിടന്ന് നിലവിളിക്കുമ്പോൾ അതിൽ ഒരു വ്യക്തിയുടെ അടുക്കൽ കടന്നു പോയിട്ട് ഹല്ലേലൂയ, യേശു നിങ്ങളെ സൗഖ്യമാക്കും. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആ ഓപ്പറേഷന് വേണ്ടി എൻ്റെ ഹാർട്ട് പരിശോധിച്ചപ്പോഴാണ്, ശ്രീ ചിത്ര മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞ് അവിടെ പരിശോധിച്ചപ്പോഴാണ് ജന്മനാ ഹൃദയത്തിൻ്റെ വാൽവ് ചുരുങ്ങിയിരുന്നത്. ഇനി യാതൊരു കുഴപ്പവും ഇല്ല, ഹല്ലേലൂയ, പൂർണ്ണ സൗഖ്യമായിരിക്കുന്നു എന്ന് ഡോക്ടർ പറയുവാനും ഇനി ഒരു ഗുളികയും കഴിക്കണ്ട എന്ന് പറയുവാൻ തക്കവണ്ണം യേശു സൗഖ്യം നൽകി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ധൈര്യമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ മറ്റുള്ളവർക്ക് ഇങ്ങനെ ട്രാക്റ്റായിട്ട് കൊടുത്തപ്പോൾ അതിലെ നമ്പർ കണ്ടിട്ട് ഇതിലെ ഹെഡിങ് കണ്ടുകൊണ്ട് ജന്മനാ ഹൃദയത്തിൻ്റെ വാൽവ് ചുരുങ്ങി യേശു സൗഖ്യമാക്കിയെന്ന ഹെഡിങ് കണ്ടിട്ട് ഒരു സഹോദരൻ എന്നെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. അവർക്ക് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. 8 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് യേശു സൗഖ്യമാക്കിയെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന് ചോദിക്കുവാനിടയായിത്തീർന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്നുള്ള ദൈവത്തിൻ്റെ വചനം ഞാൻ പറഞ്ഞു കൊടുക്കുകയും യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് അറിയിക്കുകയും അവർക്ക് വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാനും ഇടയായിത്തീർന്നു. ദൈവം അവരെ സൗഖ്യമാക്കി. ഇന്നുവരെയും ഓപ്പറേഷൻ ചെയ്യാതെ വണ്ണം യേശു സൗഖ്യദായകനെന്ന് അവർക്കും അറിയുവാനും അവരെന്ന് ദൈവത്തെ ഹല്ലേലൂയ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് അവർ ദൈവത്തെ ആരാധിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്തതായ നന്മകൾ ഹല്ലേലൂയ അനേക സൗഖ്യങ്ങൾ വിടുതലുകൾ കർത്താവ് എൻ്റെ ജീവിതത്തെ തന്നതുകൊണ്ട് ഇന്ന് ഏതവസ്ഥയിലുള്ള വ്യക്തികൾ വിളിച്ചാലും പ്രാർത്ഥിക്കുവാൻ ധൈര്യത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയും. 15 വർഷം മക്കളില്ലായിരുന്ന ഒരു സഹോദരി വിളിക്കുവാനിടയായി തീർന്നു. എന്നാൽ അവരുടെ ഭർത്താവിന് ക്യാൻസർ കാരണം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മുറിച്ചു മാറ്റിയതാണ്. മാനുഷ്യമായി ചിന്തിച്ചാൽ തലമുറ കിട്ടാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത അവസ്ഥയാണ്. എന്നാൽ ഹല്ലേലൂയ യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ മകളോട് ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളമെടുക്കാൻ ഫോണിലൂടെയാണെങ്കിലും യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യേശു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവൾ വിളിക്കുവാനിടയായി തീർന്നു. ഫോണിലൂടെ പ്രാർത്ഥിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ രക്തം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ പൈശാചി ശക്തികൾ അവളിൽ നിന്ന് അലറി വിളിക്കുവാനും ഞാൻ തന്നെയാണ് ഇവൾക്ക് തലമുറ കൊടുക്കാത്തതെന്ന് പറഞ്ഞ പിശാചി വാദിക്കുവാനിടയായി തീർന്നു. എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ച് ഹല്ലേലൂയ ആ പൈശാചി ശക്തി കുറച്ച് സമയത്തിന് ശേഷം എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ലേ, ഞാൻ പോകുന്നേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കേൾക്കുവാനും ആ പൈശാചി ശക്തികൾ മാറുവാനും ഇടയായി തീർന്നു. യേശുവിൻ്റെ രക്തം പറഞ്ഞ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ മകൾ പറഞ്ഞു ഹല്ലേലൂയ അവളുടെ ഉള്ളിൽ നിന്ന് എന്തോ സാധനം അത് ഛർദ്ദിച്ച് പുറത്തുപോയി എന്ന്. പിശാച് അവകാശം പറയുന്ന തലമുറ കൊടുക്കാതിരുന്നതിന് ഹല്ലേലൂയ കാരണമായിരുന്ന എന്തോ പൈശാചിക ശക്തികളുടെ അവിടെ ഉള്ളിലകത്തുണ്ടായിരുന്നത് പുറത്തു പോകുവാൻ യേശുവിൻ്റെ രക്തം പറഞ്ഞ് വെള്ളം കുടിച്ചപ്പോൾ അത് പുറത്തു പോകുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ യേശുവിൻ്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിന് മുന്നിൽ ഒരു പൈശാചിക ശക്തിയൊക്കെ നിൽക്കാനായി കഴിയുന്നില്ല. ദൈവത്തിൻ്റെ കരുണയാൽ 3 മാസങ്ങൾക്ക് ശേഷം അവൾ ഗർഭിണിയാവുകയും ഹല്ലേലൂയ ഇപ്പോൾ 2.5 വയസ്സുള്ള ഒരു മകനെ ദൈവം ദാനമായി നൽകുവാനും ഇടയായി തീർന്നു. ദൈവത്തിൻ്റെ പൊന്നാമം മഹത്വപ്പെടുമാറാകട്ടെ. തലമുറയില്ലായിരിക്കുന്ന പ്രിയപ്പെട്ടവരാണെങ്കിലും അടുത്തുള്ളൊരു പെന്തക്കോസ്ത് ചർച്ചിൽ കടന്നു പോവുക. ദൈവദാസനോട് പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം യേശുവിൻ്റെ രക്തം പറഞ്ഞ് പ്രാർത്ഥിച്ചു കുടിക്കുക. പാവങ്ങൾ യേശുവിനോട് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിച്ച് തുടർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും ദൈവ തലമുറ നൽകി മാനിക്കുവാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും മറ്റൊരുത്തനിൽ രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു എന്ന രക്ഷകൻ്റെ നാമം മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏത് വിഷയത്തിനും നിങ്ങൾക്ക് യേശുവിനോട് ധൈര്യമായി പ്രാർത്ഥിക്കാം. എന്നെ വിടിവിച്ച സൗഖ്യം തന്ന സമാധാനം തന്ന നിത്യജീവന് വേണ്ടി എന്നെ ഒരുക്കുന്ന യേശു നിങ്ങൾക്ക് സമാധാനം തരും. ഹല്ലേലൂയ. ഇത്രയും സമയം ദൈവത്തിൻ്റെതായ ഹല്ലേലൂയ അനുഭവങ്ങൾ ദൈവസാക്ഷ്യങ്ങളും വചനങ്ങളും പറയുവാൻ തക്കവണ്ണം സഹായിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെയും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിന് അവസരം ഒരുക്കിയ ദൈവദാസനെയും ഹല്ലേലൂയ ഈ ടീമിൻ്റെ അംഗങ്ങളെയും കർത്താവ് സഹായിക്കട്ടെ. സ്വർഗത്തിലെയും ഭൂമിയിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ദൈവദാസനെയും ദൈവം നിറയ്ക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ആൾ. ഹല്ലേലൂയ. യേശുവിൻ്റെ സമാധാന സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.